Good morning, dear students. This is your 6th English Literature chapter, Lesson 6, Mouths. Lesson 6, Mouths. This is a poem, and this poem was written by Dorothy Aldous. Before starting this chapter, I would like to tell you about the body parts. We have 2 eyes, 2 ears, 2 hands, 2 legs, and only 1 mouth. നമുക്ക് ബോഡി പാർട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐസ് എത്ര ഉണ്ട്? 2 ഐസ് ഉണ്ട്, 2 ഇയേഴ്സ് ഉണ്ട്, 2 ഹാൻഡ്സ് ഉണ്ട്, 2 ലെഗ്സ് ഉണ്ട്. ബട്ട് മൗത്ത് എത്ര ഉണ്ട്? only 1 mouth. This poem is based on the theme of a child imagining to have an extra body part. She wants to have 2 mouths like the 2 hands and 2 feet. She wishes to eat with one and speak with the other. ഈ പോയത്തിനകത്ത് ഈ പോയത്തിലെ ചൈൽഡിൻ്റെ ആഗ്രഹം അവൾക്ക് 2 മൗത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഐസ് 2 ഉണ്ട്, ഇയേഴ്സ് 2 ഉണ്ട്, ഹാൻഡ്സ് 2 ഉണ്ട്, ലെഗ്സ് 2 ഉണ്ട്, എന്നാൽ മൗത്ത് മാത്രം ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി പറയുവാണ്, ആ ചൈൽഡ് പറയുവാണ്, എനിക്ക് 2 മൗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു മൗത്തിൽ കൂടെ ഫുഡ് കഴിക്കായിരുന്നു, മറ്റേ മൗത്തിൽ കൂടെ എപ്പോഴും സംസാരിക്കായിരുന്നു. Let's start our poem. Look at the first answer. I wish I had 2 little mouths, like my 2 hands and feet, a little mouth to talk with and one that just could eat. Look at the first line. I wish I had 2 little mouths. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് 2 മൗത്ത് ഉണ്ടായിരുന്നെങ്കിൽ. I wish I had 2 little mouths. Like my 2 hands and feet. എനിക്ക് 2 ഹാൻഡ്സും ഉണ്ട്, 2 ഫീറ്റും ഉണ്ട്. അതുപോലൊക്കെ എനിക്ക് 2 മൗത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. A little mouth to talk with. ഒരു മൗത്ത് കൊണ്ട് എന്താ ചെയ്യാനാണ്? A little mouth to talk with. ഇവിടെ കണ്ടോ, സംസാരിക്കണുണ്ടോ? ഒരു മൗത്ത് കൊണ്ട് സംസാരിക്കായിരുന്നു. ആൻഡ് വൺ ജസ്റ്റ് കുഡ് ഈറ്റ്. എന്നാൽ മറ്റേ മൗത്ത് കൊണ്ട് ഫുഡ് കഴിക്കായിരുന്നു. Because it seems to me mouths have so many things to do. All the time they want to talk. They are supposed to chew. Because it seems to me mouths have so many things to do. All the time they want to talk. They are supposed to chew. ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടുണ്ടോ? ഇല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാതിരിക്കണം അല്ലേ? അപ്പോൾ 2 മൗത്ത് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, 2 വായ ഉണ്ടായിരുന്നെങ്കിൽ ഭക്ഷണവും കഴിക്കായിരുന്നു, സംസാരിക്കുകയും ചെയ്യായിരുന്നു. എനിക്കിഷ്ടമുള്ള ഭക്ഷണം, ഐസ്ക്രീം, പിസ്സ, ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പം, കുക്കീസും ഒക്കെ കഴിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഫുഡ് വായിലിരിക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഫുഡ് നിറയെ കയറും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് 2 മൗത്ത് ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ പേരൻസിനോട്, എല്ലാവരോടും എപ്പോഴും എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ജോക്സ് ഒക്കെ പറയായിരുന്നു, ഒരുപാട് തമാശകളും ഒക്കെ പറയായിരുന്നു. സോ ഈ പോയത്തിലെ ചൈൽഡ് ആഗ്രഹിക്കുവാണ്, എനിക്ക് 2 കൈയുണ്ട്, 2 കാലുണ്ട്, 2 കണ്ണുണ്ട്, 2 ചെവിയുണ്ട്, അതുകൂട്ട് എനിക്ക് 2 മൗത്തും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്യായിരുന്നു. അതുപോലെ സെക്കൻഡ് മൗത്ത് കൊണ്ട് എനിക്ക് എപ്പോഴും ഫുഡ് കഴിക്കുകയും ചെയ്യായിരുന്നു. I hope you understand this poem. Thank you, children.